ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമുക്ക് ആങ്സൈറ്റിയെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാം. കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഇങ്ങനത്തെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ഭയങ്കര ഈസി ആൻഡ് കൺവീനിയൻറ്റ് ആൻഡ് പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും പറയണമെന്ന്. അപ്പോൾ ബേസിക്കലി ഐ എം എ പേഴ്സൺ ഹു ഇസ് സ്ട്രഗ്ലിംഗ് വിത്ത് ആങ്സൈറ്റി ഓൾമോസ്റ്റ് എല്ലാ ദിവസവും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ടെക്നിക്സ് എനിക്ക് ആങ്സൈറ്റി വന്നപ്പോഴാണ് ഞാൻ ഇഷ്യൂ ആണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അതിനെ പറ്റിയിട്ട് കുറേ സെർച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ദീപക് ചോപ്ര, ജോ ഡിസ്പെൻസ, ഓപ്ര വിൻഫ്രി, ജയ് ഷെട്ടി, അവരെ വൈഫ്, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു, പോഡ്കാസ്റ്റ് കേട്ടു. പക്ഷെ അതിൻ്റെയൊക്കെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇംഗ്ലീഷിലാണ്. പിന്നെ കുറച്ചൊരു ബേസ് ഇൻ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവത്തുള്ളായിരുന്നു. പിന്നെ അത് 1.5 മണിക്കൂർ 2 മണിക്കൂറുള്ള വീഡിയോസൊക്കെ. അപ്പം ഭയങ്കര ഈസി ആൻഡ് കൺവീനിയൻ്റ് എങ്ങനെ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന പോലെ. ആങ്സൈറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും തോന്നി. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട് എന്നെ കുറിച്ച് ഓർത്തിട്ട്. അപ്പോൾ എല്ലാവർക്കും ബേസിക്കലി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ ഇറ്റ്സ് എ യൂണിവേഴ്സൽ തിങ്. ആൻഡ് അപ്പം എല്ലാ മനുഷ്യന്മാർക്കും വരുന്ന കാര്യമാണ്. അപ്പോൾ എത്ര സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് അതെങ്ങനെ റെഡ്യൂസ് ചെയ്യുക, അതെങ്ങനെ മാറ്റാം, അതുമായിട്ട് എങ്ങനെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സോ ബേസിക്കലി വാട്ട് ഇസ് ആങ്സൈറ്റി എന്ന് ചോദിച്ചാൽ നമ്മുടെ പാസ്റ്റിലുണ്ടായൊരു വേർസ്റ്റ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ടൊരു പ്രശ്നം വരുമോ എന്ന് നമ്മൾ എക്സസീവ് ആൻഡ് ഇൻറ്റൻസ് ആൻഡ് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് വെറുതെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ്. വിചാരിച്ചിരുന്നിട്ട് നമ്മളുടെ മനസ്സൊരു സ്ഥലത്തും നമ്മുടെ ശരീരം വേറൊരു സ്ഥലത്തുമായി പോയിട്ട് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ മെയിനായിട്ട് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഈ ആങ്സൈറ്റിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഫിസിക്കലി നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാം, മനസ്സിനും പ്രശ്നങ്ങളുണ്ടാവും. ഫിസിക്കലി ഇപ്പം നമുക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൽ, ഇങ്ങനെ ഫാസ്റ്റ് ബ്രീതിങ് വരാം. ചിലർ പറയുന്ന ഒട്ടിട്ടുണ്ട് എനിക്ക് വയറ്റിൽ ഹാർട്ട് ബീറ്റ് കേൾക്കാമെന്ന്. അതൊക്കെ ആങ്സൈറ്റി ഉണ്ടാകും. പിന്നെ നമ്മുടെ കാലിട്ട് ഇങ്ങനെ രാത്രി ആകുമ്പോൾ എനിക്ക് കാലിട്ട് അടിക്കാൻ തോന്നുക, ഉറക്കം വരാതിരിക്കുക, അതൊക്കെ ബേസിക് പ്രശ്നം ആങ്സൈറ്റിയുടെയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ സിമ്പിളായിട്ട് മാറ്റാം, വെരി ഈസി എങ്ങനെ മാറ്റാം. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ കേട്ടതാണ്, എല്ലാ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ 2 വട്ടം സംഭവിക്കും. ഒന്ന് നമ്മളുടെ മനസ്സിൽ, ഒന്ന് നമ്മുടെ ബ്രെയിനിൽ, 2 റിയാലിറ്റിയിലുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വേസ്റ്റ് തിങ് നടക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന വേസ്റ്റ് നടക്കും. അപ്പം നമ്മൾ നല്ലത് ചിന്തിച്ചാൽ നല്ലത് നടക്കും, അങ്ങനെ വിചാരിക്കാം. സോ അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ആങ്സൈറ്റീനെ കുറയ്ക്കാം അല്ലെങ്കിൽ മാറ്റാം, അതിനുള്ള ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് തിങ്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ദ ഫസ്റ്റ് തിങ് ഇസ് ടെക്നിക് കോൾഡ് സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ STOP. എസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, അത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ അനിയത്തിയുണ്ട്, അവക്കാണെങ്കിൽ ഒരു സാറുണ്ട് അവരുടെ കോളേജ്. ആ സാർ എപ്പോഴും വന്നിട്ട് ഇവളുടെ അടുത്ത് പറയും എക്സാമിന് തോക്കും, എന്ന് നടക്കാൻ പോകണില്ല, കണ്ടോ, അങ്ങനെ ഒന്ന് പറയും. ആൻഡ് അവള് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, എന്താര് പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കുന്നതാണ്. അപ്പോൾ അവൾക്കത് കേട്ട് പേടി ഞാൻ തോക്കോ എന്നും പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ, ഞാനും ബേസിക്കലി അങ്ങനെ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ ഇറേസ് അല്ലെങ്കിൽ ക്യാൻസൽ ഒരു 5 വട്ടം ഞാൻ ക്യാൻസൽ എന്ന് പറയും. അങ്ങനെ കോൺഷ്യസ്ലി നമ്മളതിനെ വരുന്ന ആ തോട്ടിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. സോ സ്റ്റോപ്പിൻ്റെ എസ് എന്താണ്? സ്റ്റോപ്പാണ്. സ്റ്റോപ്പ് എന്ന് തന്നെയാണ്, കണ്ട. ഓക്കെ, ദെൻ അപ്പോൾ കോൺഷ്യസ്ലി നമ്മൾ ആ തോട്ടിനെ നമ്മൾ സ്റ്റോപ്പ് ആക്കി വെച്ചു. ദെൻ ടി എന്ന് പറഞ്ഞാൽ ടേക്ക് 3 ഡീപ് ബ്രെത്ത്സ്. നമുക്കറിയാവുന്ന പോലെ 3 ബ്രെത്ത് എടുക്കുക. ഞാൻ ഇതിൽ നിങ്ങൾക്കൊരു 4 ബ്രീത്തിങ് ടെക്നിക്സ് ടു അവോയ്ഡ് ആങ്സൈറ്റി പറഞ്ഞുതരാം. അപ്പം അത് നിങ്ങൾ ചെയ്താലും മതി. അപ്പം ഫസ്റ്റ് തിങ് ഇസ് സ്റ്റോപ്പ്, കോൺഷ്യസ്ലി സ്റ്റോപ്പ് ദാറ്റ് തോട്ട്. ദെൻ സെക്കൻഡ് ഇസ് ടേക്ക് 3 breaths, deep breaths and smile with all your bodies. എനിക്ക് അറിയാം ആങ്സൈറ്റി വരുന്നത്, ഈ ക്യാമറ ആങ്സൈറ്റി വരുന്നത് ഇറ്റ്സ് നോട്ട് ഫ്രം എ ഗുഡ് തോട്ട്, അല്ലെങ്കിൽ ഒരു സ്മൈലി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവത്തിൻ്റെ അടുത്ത് നല്ല ആങ്സൈറ്റി വരുന്നത് ഓഫ് കോഴ്സ് വെറി അല്ലെങ്കിൽ പേടി, ടെൻഷൻ എന്നൊക്കെയാണ് ആങ്സൈറ്റി വരുന്നത്. ബട്ട് നമ്മൾ കോൺഷ്യസ്ലി നമുക്കിത് മാറ്റണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഇൻറ്റൻഷൻ. അപ്പോൾ നമ്മൾ കോൺഷ്യസ്ലി 3 നല്ല ഡീപ്പ് ബ്രെത്ത് എടുത്തതിന് ശേഷം ട്രൈ ടു സ്മൈൽ വിത്ത് ഓൾ യുവർ ബോഡീസ്. എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സ്ഥലവും സന്തോഷിച്ചിരിക്കുന്നതായിട്ട് ഭയങ്കര
എസ്റ്റസി ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് സ്മൈൽ, ട്രൈ ടു ഡു ദാറ്റ്. ദെൻ SITI, ഇനി O എന്ന് വെച്ചാൽ ഒബ്സർവ് യുവർ ബോഡി, വാട്ട് ഈസ് ഹാപ്പനിങ്. ഞാൻ പറഞ്ഞില്ലേ, ആങ്സൈറ്റി വരുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ വരും, വിറയ്ക്കുന്ന പോലെ തോന്നും, കൈ വേർക്കും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ബേസിക്കലി ടു യു എന്ന് ഒബ്സർവ് യുവർ ബോഡി. ദെൻ SITIOI, ഇനി P, വാട്ട് ഈസ് P? പ്രൊസീഡ് വിത്ത് കമ്പാഷൻ ആൻഡ് കൈൻഡ്നെസ്. ഓക്കെ, സോ ഇതാണ് സ്റ്റോപ്പ്. ഒന്നാമത്തെ എന്താ? കോൺഷ്യസ്ലി സ്റ്റോപ്പ് ദാറ്റ് തോട്ട്. Then T, take 3 deep breaths and smile with all your body. And O, observe your body. And then P, എന്താണ്? Continue അല്ലെങ്കിൽ perceive with compassion and kindness. So ഇതാണ് ഒരു ടെക്നിക്ക് I always do whenever I have negative thoughts or I am like എനിക്ക് ആങ്സൈറ്റി ഉള്ളപ്പോൾ. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ബ്രെത്ത് വർക്ക്സ് ഏതൊക്കെയാണ്? 4 ബ്രെത്ത് വർക്ക്സിനെ പറ്റി പറയാം. ഈ ബ്രീത്ത് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ കണക്ഷൻ ബിറ്റ്വീൻ യുവർ മൈൻഡ് ആൻഡ് യുവർ ബോഡി. അപ്പോൾ തന്നെ നമ്മുടെ ബ്രീത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്താൽ ബാക്കിയുള്ള നമ്മുടെ ഫിസിക്കൽ സിംറ്റംസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ആങ്സൈറ്റി മാറ്റാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളും വിശ്വസിക്കണം. ആൻഡ് ഇറ്റ്സ് ദ ട്രൂത്ത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇസ് 4-7-8 ബ്രീത്തിങ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഈ മെഡിറ്റേഷൻ അതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പറയും നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് ചെയ്യാമെന്ന്. ഇറ്റ്സ് എ ഈസിയസ്റ്റ് മെത്തേഡ് ടു ഡു മെഡിറ്റേഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഒരു ഹാപ്പി പ്ലേസിൽ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എപ്പോഴും. എന്നാലും അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അവിടെ പോയിരിക്കുക. എല്ലാ ദിവസവും ഇതൊരു 3 വട്ടമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആങ്സൈറ്റി കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ആങ്സൈറ്റി അറ്റാക്ക് അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ, അല്ലെങ്കിൽ അതിനുള്ള മെഡിക്കേഷൻസ് ഒക്കെ എടുക്കണം. അത്ര സിവിയർ കണ്ടീഷൻസ് അല്ല ഞാൻ പറയുന്നത്. എന്നാലും ഇപ്പോൾ എന്നെ പോലെ ഇപ്പോൾ എക്സാംസിന് ആങ്സൈറ്റി ഉള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ചെറിയ ചെറിയ ടെക്നിക്സാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം ആക്ച്വലി ദിസ് ബ്രീത്തിങ് ആൻഡ് മെഡിറ്റേഷൻ ഇങ്ങനത്തെ പറയുന്ന സാധനങ്ങൾക്ക് ക്യാൻ ഡു വണ്ടേഴ്സ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് ആൻ ആക്ച്വൽ തിങ്. ഓക്കെ, അപ്പം ഫസ്റ്റ് യു ഷുഡ് ബിലീവ് ദാറ്റ് ഇത് മാറും എന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടെക്നിക്ക് ഇസ് 4-7-8 ബ്രീത്തിങ് ടെക്നിക്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കംഫർട്ടബിൾ പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുക, ഇഷ്ടമുള്ളൊരു സ്ഥലത്തിരിക്കുക. ആൻഡ് ഒരു ഡീപ്പ് എക്സെയിൽ ചെയ്യാം. ആൻഡ് 4 counts ഇൻഹെയിൽ, 7 counts ഹോൾഡ് ആൻഡ് 8 counts എക്സെയിൽ. എങ്ങനെയാന്ന് വെച്ചാൽ, ഓക്കെ, ഇതൊരു 3 times ചെയ്യാം. ഇതാണ് 4-7-8 ബ്രീത്തിങ് ടെക്നിക്. പിന്നെ യൂഷ്വലി എല്ലാവർക്കും അറിയാവുന്ന ഒരു ടെക്നിക്കാണ് ടു ഇൻക്രീസ് അവർ വൈബ്രേഷണൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ആങ്സൈറ്റി മാറ്റാൻ. അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് എക്സാം വരുന്നു, എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ടൊക്കെ വരുമ്പം യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്ക്വയർ ബ്രീത്തിങ്. അതെല്ലാവർക്കും അറിയായിരിക്കും. അതും ഇതേപോലെ തന്നെ ഉള്ളൊരു ടെക്നിക്കാണ്. ബേസിക്കലി ഇതിൻ്റെ രണ്ടിൻ്റെ എഫക്റ്റ് ഒന്നാണ്. അപ്പം ഈ സ്ക്വയർ ബ്രീത്തിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, 4 counts ഇൻഹെയിൽ, 4 counts ഹോൾഡ്, 4 counts എക്സെയിൽ ആൻഡ് 4 counts ഹോൾഡ്. ഇതാണ് സ്ക്വയർ ബ്രീത്തിങ്. ഇതൊരു 3 വട്ടമൊക്കെ ചെയ്താൽ ഇറ്റ്സ് വെരി നമുക്ക് ഭയങ്കര ലൈറ്റായിട്ട് തോന്നും, ടെൻഷനൊക്കെ മാറും. ആൻഡ് നമ്മുടെ ബെസ്റ്റ് വേർഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രസൻസ് ആ സിറ്റുവേഷനിൽ എന്താണോ ഉള്ളത്, നമ്മൾ ആ സിറ്റുവേഷനിൽ പ്രസൻ്റ് ആയിരിക്കും, മൈൻഡ്ഫുൾ ആയിരിക്കും. അപ്പോൾ സ്ക്വയർ ബ്രീത്തിങ് അങ്ങനെയാണ്. എങ്ങനെ ചെയ്യാം? ഇതാണ് സ്ക്വയർ ബ്രീത്തിങ്. ദെൻ നെക്സ്റ്റ് ഈസ് കോൾഡ് യോഗിക് ബ്രീത്തിങ്. അപ്പം യോഗിക് ബ്രീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമുക്ക് അബ്ഡോമൻ വെച്ച്, അതായത് നമ്മുടെ വയറ് വെച്ച് നമുക്ക് ശ്വാസം എടുക്കാം. എന്ന് വെച്ചാൽ ശ്വാസം എടുക്കുമ്പോൾ എല്ലായിടത്തും നമ്മളുടെ ഓക്സിജൻ ചെല്ലുന്നുണ്ട്. പക്ഷെ നമ്മൾ എവിടെ അതിന് കോൺഷ്യസ്നെസ് വെക്കുന്നോ അവിടെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് വയർ നിറച്ച് ശ്വാസം എടുക്കാം, നെഞ്ച് നിറച്ച് ശ്വാസം എടുക്കാം, തോളിൽ കൂടെ ശ്വാസം എടുക്കാം, തൊണ്ടയിൽ കൂടെ ശ്വാസം എടുക്കാം. വയർ നിറച്ച്, നെഞ്ച് നിറച്ച്, തോള്, തൊണ്ട,
ഇതാണ് യോഗിക് ബ്രീത്തിങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അനുലോം വിലോം പ്രാണായാമം. നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിൽ കൽപ്പന മാം ചെയ്യണില്ലേ, കൈ ഇങ്ങനെ വെച്ചിട്ട് റൈറ്റ് ഹാൻഡ്, ഓക്കെ, യു ക്യാൻ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെയൊക്കെ വേണേൽ വെക്കാം, ഇങ്ങനെ വേണേൽ വെക്കാം. സ്കോള് ചിന്മുദ്ര. അപ്പോൾ ഈ കൈ ഇങ്ങനെ വയ്ക്കുക. ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ് എന്നാണ് ഇതിന് പറയാം. ഇതാണ് മുദ്ര. ഏതെങ്ങനെ പിടിക്കുക? 1 2 സിമ്പിൾ, ഓക്കെ, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഒരു മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതാണ് അനുലോം വിലോം പ്രാണായാമം, അല്ലെങ്കിൽ അനുലോം വിലോം ബ്രീത്ത് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് മെത്തേഡ്സ്. എന്തൊക്കെയാണ്? 4 7 8 സ്ക്വയർ ബ്രീത്തിങ്, യോഗിക് ബ്രീത്ത്, അനുലോം വിലോം. ഈ അനുലോം വിലോം ഇങ്ങനെയൊക്കെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ അങ്ങനെയല്ല, അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഒരു മൂക്കിൽ കൂടെ എടുക്കുക, മറ്റേത് പറയാം. ഇത് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡ് ഓഫ് ദ ബ്രെയിൻ ഇസ് കൺസേൺ വിത്ത് യുവർ ലോജിക്കൽ തിങ്സ് ആൻഡ് മറ്റേ സൈഡ് ഇസ് വിത്ത് സ്പിരിച്വൽ. അങ്ങനെയൊക്കെ കുറേ കോൺസെപ്റ്റ്സ് ഒക്കെ പറയും. ബട്ട് അങ്ങനൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ബ്രീത്ത് ചെയ്താൽ തന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. ആക്ച്വലി അത്രയൊന്നും അറിയണമെന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കോൺഷ്യസ്നെസ് കൂടും. ഇപ്പം ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഈസ് ഡൂയിങ് ദിസ് ബ്രെത്ത് വർക്ക്സ് ഇൻ മോർണിംഗ്, രാവിലെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ചു നേരം ഇരിക്കാം, വെറുതെ ഉള്ള നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കാം, എന്നിട്ട് നമുക്ക് ഈ ടെക്നിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. വെറുതെ നമ്മുടെ ബ്രെത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തന്നെ ഇറ്റ്സ് ദ വെരി ബെസ്റ്റ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ നിങ്ങൾ മറ്റേ ഓംകാരം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. വാട്ട് എവർ ഇറ്റ് ഇസ് നിങ്ങൾക്ക് ചെയ്യും. അപ്പോൾ ബേസിക്കലി ഈ ബ്രെത്ത് വർക്ക്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ടു റീഫോക്കസ് ആൻഡ് റീബാലൻസ് യുവർ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് എന്നാണ് പറയുന്നത്. സോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ആങ്സൈറ്റി, ഈ പറയുന്ന പോലെ ആബ്സെൻറ്റ് മൈൻഡഡ്നെസ്, ഈ അങ്ങനത്തെ സാധനമൊക്കെ എല്ലാവർക്കും വരുന്നത്. ഇപ്പം എനിക്ക് തന്നെ ഇങ്ങനെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് ഒക്കെ പോകുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെന്നൊന്നുമില്ല. നമ്മൾ അക്സെപ്റ്റ് ദ വേ യു ആർ ആൻഡ് നോ ഹൂ യു ആർ. മനസ്സിലായി? അതാണ് കാര്യം. അപ്പം പിന്നെ ഞാനൊരു ഭയങ്കര എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നൊന്നും പറയാൻ പറ്റൂല. ഇറ്റ്സ് നോട്ട്, അങ്ങനെയൊന്നും ആർക്കും അതിൻ്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ എല്ലാ ഇമോഷൻസിൻ്റെയും കൂടെ നമ്മൾ ഇരുന്നിട്ട് അത് മാറ്റണം, അതെന്താണെന്ന് അറിഞ്ഞത് മാറ്റണം എന്നാണ് ബേസിക്കലി പറയാം. പക്ഷെ ആങ്സൈറ്റിയുടെ കേസിൽ നമുക്ക് ഒരിക്കലും ആങ്സൈറ്റിയുടെ കൂടെ ഇരിക്കാൻ പറ്റൂല. ഇറ്റ്സ് വെരി ബാഡ്. ആങ്സൈറ്റി, സ്ട്രെസ്, അതിൻ്റെ കൂടെ ഇരുന്ന് അതിനെ മാറ്റാം എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഇപ്പം വിഷമമൊക്കെ ആണെങ്കിൽ ചില കൈൻഡ് ഓഫ് ഇമോഷൻസ് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഇമോഷൻസിൻ്റെ കൂടെ ഇരിക്കണം, ഏതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഇരിക്കേണ്ടതാണ്. അപ്പം ആങ്സൈറ്റി ഈസ് എ സ്റ്റേറ്റ് വേർ നമ്മൾ അതിൻ്റെ കൂടെ ഇരിക്കരുത്. ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, യു ക്യാൻ ഗോ വോക്ക്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞത് ബ്രെത്ത് വർക്ക്സ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് നമ്മുടെ ടെക്നിക്ക്, ആ ടെക്നിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മണം മണപ്പിക്കുക. ഇപ്പം എൻ്റെ മറ്റേ വ്ളോഗ്സിലൊക്കെ നിങ്ങൾ കാണാറില്ല, ലാവൻഡർ ക്യാൻഡിൽ, അല്ലെങ്കിൽ ഒരു നാരങ്ങ മണപ്പിക്കുക, അങ്ങനെയൊക്കെ നല്ല മണങ്ങൾ. അതൊക്കെ ശരിക്കും സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഇറ്റ് വർക്ക്സ്. ഇങ്ങനെ നല്ലൊരു സ്മെല്ല് വരുമ്പം, ചില സ്മെല്ലൊക്കെ നിങ്ങൾ മണക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിലോട്ട് എത്തുന്ന പോലെയൊക്കെ തോന്നിയിട്ടില്ലേ? അപ്പോൾ ബേസിക്കലി അങ്ങനത്തെ കാര്യങ്ങളാണ്. സോ ഈ ഗുഡ് സ്മെൽ, എസെൻഷ്യൽ ഓയിൽസ്, കാൻഡിൽസ്, അതിനൊക്കെ നമ്മുടെ സ്മെല്ല് നല്ല സ്മെല്ലാണെങ്കിൽ നിങ്ങളുടെ മൂഡ് മാറ്റാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ഹഗ് ചെയ്യുക. ഇപ്പം എന്തെങ്കിലും ഒരു വിഷമമുള്ളപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയൊക്കെ പോയി ഒന്ന് കെട്ടിപ്പിടിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം എന്ത് ചെയ്യണം ആക്ച്വലി. അപ്പം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ടെക്നിക്സും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ ഈ വീഡിയോയിൽ. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മലയാളത്തിൽ ഇതേപോലെയൊക്കെ പറഞ്ഞൊരു വീഡിയോ എടുക്കണം. അതുപോലെ തന്നെ കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇവിടെ നിന്ന് ഉണ്ടാവണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ, ഒരാഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്പ് യു ഗൈസ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയോന്ന്
പ്ലീസ് ടു ഇൻഫോം. ലൈക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. ആൻഡ് ഇഫ് ഞാൻ എന്തെങ്കിലും തെറ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. ആൻഡ് സോ ഞാൻ ആങ്സൈറ്റി ഇപ്പം എന്താണ്, അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ, ചില ആൾക്കാർക്ക് ആങ്സൈറ്റി വന്നു പക്ഷെ അത് ആങ്സൈറ്റി ആണെന്ന് മനസ്സിലാവില്ല. ഇപ്പം ആഫ്റ്റർ വാച്ചിങ് ദിസ് വീഡിയോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ആങ്സൈറ്റി. എല്ലാവർക്കും ജീവിതത്തിൽ വരുന്നതാണ്, ഓക്കെ. ആൻഡ് വാട്ട് നമ്മൾ എന്ത് മൈൻഡ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ കോൺഷ്യസ്ലി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആങ്സൈറ്റി വരുമ്പം നമ്മൾ അറിയണം ആദ്യം അത് ആങ്സൈറ്റി ആണെന്ന്. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മുടെ സ്റ്റോപ്പ് ടെക്നിക്ക് അതൊക്കെ ഒന്ന് എഴുതി വെച്ചോ എവിടെയെങ്കിലും. സ്റ്റോപ്പ് ടെക്നിക്സ്, പിന്നെ 4 ബ്രെത്ത് വർക്ക് പറഞ്ഞു തന്നത്, ആൻഡ് സ്മെൽ, അല്ലെങ്കിൽ ഗോ ഫോർ എ വാക്ക്, വാട്ട് എവർ. ലൈക്ക് ഡ്രൈവിങ് ഇഷ്ടമുള്ളതാണ് ഡ്രൈവിന് പോവുക. ആൻഡ് ഇറ്റ്സ് നോട്ട് നെസറി നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊന്നുമില്ല. അക്സെപ്റ്റ് ദ വേ യു ആർ ആൻഡ് അക്സെപ്റ്റ് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണെന്ന് അക്സെപ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് അധികം പ്രശ്നങ്ങളും ഉണ്ടാവില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് അല്ല benefited, and thank you so much for watching. Bye.